السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും സ്നേഹബന്ധങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മരണപ്പെട്ട മയ്യത്തിനോട് വരെ കൃപ കാണിക്കാനുള്ള മനസ്സില്ലാതെ കടികട്ടിയുള്ള മനസ്സിൻ്റെ ഉടമകളായി തീരുന്ന വളരെ ദുഃഖകരമായ സങ്കടകരമായ കാര്യങ്ങളാണ് പല നാടുകളിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു അറുതി വേണം. മുസ്ലിമീങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകണം. വിട്ടുവീഴ്ചകൾ തയ്യാറുള്ളവരായി മാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വൽസ്വഭാവമായി വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ നന്മയല്ലാതെ ഒരിക്കലും തിന്മ കുത്തുചൊയ്ഞ്ഞ് അന്വേഷിച്ചത് പറയുക എന്നുള്ളത് പാടില്ല. അത് വളരെ കുറ്റകരമായ കാര്യമായിട്ട് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ അറിയുന്ന ഈ സമുദായം തന്നെ പക്ഷേ പരസ്പര സ്നേഹമില്ലാത്തത് കൊണ്ട് തന്നെ വാശിയും വൈരാഗ്യവും വെറുപ്പും മനസ്സിൽ കൊണ്ട് നടന്നുകൊണ്ട് മരിച്ച മയ്യത്തിനോട് വരെ ആ വെറുപ്പും ആ വിദ്വേഷവും വൈരാഗ്യവും പ്രകടിപ്പിക്കുന്ന വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു അറുതി എന്നോണം നാം പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഉണർത്തിയത്, നിങ്ങൾക്കിടയിൽ പരസ്പരം സലാം പറയലിനെ വ്യാപിപ്പിക്കുക വഴി അള്ളാഹു നിങ്ങൾക്കിടെ മനസ്സുകൾക്കിടയിൽ ഒരു ഇണക്കം നൽകും. ആ വിദ്വേഷവും വൈരാഗ്യവും എല്ലാം മനസ്സിൽ നിന്ന് നീങ്ങിപ്പോകാൻ സലാം പറയുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയും സലാം പറയുന്നതിൻ്റെ മഹത്വം അവിടുന്ന് വളരെയധികം ധാരാളം ഹദീസുകളിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദബുൽ മുഫ്രദിൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അസ്സലാമു ഇസ്മു മിൻ അസ്മാഇല്ലാഹി തആല വഅല്ലാഹു ഫിൽ അർളി. സലാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്, പേരുകളിൽപ്പെട്ട ഒരു പേരാണ്. അത് അള്ളാഹു തആല ഭൂമിയിൽ അതിന് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് മുത്തുനബി തങ്ങൾ പറയുന്നു, ഫഅഫ്ശൂഹു ബൈനക്കും, ആ സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കണം, ധാരാളം സലാം പറയണം. ഫഇന്ന റജുൽ മുസ്ലിമ ഇദാ മറ ബിഖൗമിൻ ഫസല്ലമ അലൈഹിം, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു സമുദായത്തിൻ്റെ ഒരാളുകളുടെ അടുക്കിലേക്ക് നടന്നു പോവുക, അപ്പോൾ അവരോട് സലാം പറഞ്ഞാൽ, അങ്ങനെ അവർ സലാം മടക്കിയാൽ അള്ളാഹു തആല സലാം പറഞ്ഞ വ്യക്തിക്ക് സലാം മടക്കിയ വ്യക്തികളെക്കാൾ വലിയ പ്രതിഫലമാണ് കൊടുക്കുന്നത്. കാരണം ഈ വ്യക്തി സലാം പറഞ്ഞപ്പോഴാണല്ലോ അവർക്കത് മടക്കാൻ ഓർമ്മ വന്നത്. സലാം തിരിച്ചിങ്ങോട്ട് പറയാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്ത വ്യക്തിയാണല്ലോ. അന്നലക്ക് സലാം പറയൽ സുന്നത്താണെങ്കിൽ തന്നെയും സലാം പറഞ്ഞ വ്യക്തിക്കാണ് സലാം മടക്കുന്ന വ്യക്തികളെക്കാളെല്ലാം പ്രതിഫലം അള്ളാഹു തആല നൽകുന്നത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ഇനി ആൾ സലാം പറഞ്ഞു, പക്ഷേ അവർ കേട്ടില്ല, അതല്ലെങ്കിൽ കേട്ട് മടക്കിയില്ല. അങ്ങനെ ആണെങ്കിൽ അള്ളാഹു തആല എന്ത് ചെയ്യുമെന്നാണ്, ഈ സലാം പറയപ്പെട്ട വ്യക്തികളെക്കാൾ ഉത്തമമാരാകുന്ന മലായിക്കത്തിൻ്റെ സലാം ഈ സലാം പറഞ്ഞ വ്യക്തിക്ക് അള്ളാഹു തആല നൽകും. മലായിക്കത്തുകൾ അദ്ദേഹത്തിന് സലാം മടക്കിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സലാം പറയുക എന്നുള്ളത് ഞാൻ വ്യാപിപ്പിക്കുക വഴി നമുക്കിടയിലുള്ള ആ മനക്കട്ടി അത് കുറഞ്ഞു കിട്ടും. നമുക്കിടയിലെ പരസ്പരമുള്ള സ്നേഹമില്ലായ്മ മാറിയിട്ട് പരസ്പരം സ്നേഹമുള്ളവരായി മാറാൻ സലാം പറയുക വഴി സാധ്യമാകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.